നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് മിടുക്കനാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസമായി നടന്ന വിദ്യാഭ്യാസ രംഗത്തെ 2 പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ലേ. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ എത്രയോ ലക്ഷം കുഞ്ഞുങ്ങൾ വർഷങ്ങൾ മാറ്റിവെച്ചുള്ള പഠനത്തിന് ശേഷം കോച്ചിങ് സെന്ററുകളിലെ വലിയ ഫീസുകൾ കൊടുത്തും അല്ലാതെയും ഒക്കെ പരീക്ഷ എഴുതി കാത്തിരുന്ന കുഞ്ഞുങ്ങൾ ആ നീറ്റ് പരീക്ഷ ക്യാൻസൽ ആക്കിയിരിക്കുന്നു. കാരണം നീറ്റ് പേപ്പർ ചോർന്നു അത്രേ. ഇതിനു മുമ്പ് ഇതേ സംഭവങ്ങളുണ്ടായി. ഇത് മാത്രമല്ല, ഇന്നലെ CBSEയുടെ 12ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. പുതിയ തരം പേപ്പർ വാലുവേഷൻ ആയിരുന്നല്ലോ. കമ്പ്യൂട്ടറാണ് പേപ്പർ നോക്കുന്നത്. അതായത് ടീച്ചേഴ്സ് തന്നെ, എന്നാൽ കമ്പ്യൂട്ടറിലൂടെ പേപ്പർ നോക്കിയ ആദ്യത്തെ വാലുവേഷൻ റിസൾട്ട് വളരെ പരിതാപകരമാണ്. പല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെയും റിസൾട്ട് കുഞ്ഞുങ്ങൾ കരയുകയാണ്. ഈ 12ാം ക്ലാസ്സിലെ മാർക്കാണ് അവരുടെ ഹയർ സ്റ്റഡീസിനെ തീരുമാനിക്കുന്നത്. CBSE കുട്ടികൾ മാത്രമല്ല നാട്ടിലുള്ളത്, സ്റ്റേറ്റ് സിലബസിലും ICSEയിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരോടാണ് ഈ CBSE കുട്ടികൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. ഈ കോമ്പറ്റീഷനിൽ തീർച്ചയായും ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ പുറകോട്ടല്ലേ പോകുകയുള്ളൂ. ഹയർ സ്റ്റഡീസിന് അവരെ അത് ബാധിക്കില്ലേ? പക്ഷെ ഇതൊന്നും ഇവിടുത്തെ സോഷ്യൽ മീഡിയയ്ക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്കോ ഒരു വിഷയമേ അല്ല. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, ഹിന്ദി ചാനലുകൾ, ഹിന്ദി വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇതാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ പ്രബുദ്ധരായ 100% ലിറ്ററസി എന്ന് എപ്പോഴും പറയുന്ന മലയാളിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഏതൊക്കെയോ സ്ത്രീകളുടെ സബ്സ്ക്രിപ്ഷനുമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ ഭാവിയല്ല. 12ാം ക്ലാസ്സിന്റെ ഇത്തരമൊരു റിസൾട്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ മാനസികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യണ്ടേ ആർക്കും?